സെലറിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പരിശുദ്ധ കന്യാമറിയം തന്റെ ഇളമയായ എലീശ പുണ്യവതിയെ ചെന്ന് കാണുന്നതും അഭിവാദനം അർപ്പിക്കുന്നതും ആ സമയത്ത് എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതുമാണ്. പരിശുദ്ധ കന്യാമറിയം മലമ്പ്രദേശത്തുകൂടെ ഇങ്ങനെ നേരെ എലിസബത്ത് എന്ന് പറയുന്നത് തന്റെ ഇളയമയുടെ അടുത്ത് വരുന്നു, അഭിവാദനം അർപ്പിക്കുന്നു. ആ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന ഒരു എലിസബത്തില് പെട്ടെന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നല്ല അതിനർത്ഥം. മറിച്ച് നമ്മൾ സ്നാപയോന ജനനത്തെ കുറിച്ചുള്ള ആ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ എലിസബത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കഴിഞ്ഞുകൂടാതെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടിയെന്ന് നമ്മൾ വായിക്കുന്നു. പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുകയായിരുന്നു എലിസബത്ത്. ആ സമയത്താണ് പരിശുദ്ധ കന്യാമറിയം വരുന്നതും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പറയുന്ന എലിസബത്തിൽ നിറയുന്നു. അതായത് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ നീ ഒരുങ്ങി ശക്തി പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു സന്ദർശനം പോലും, വളരെ ചെറിയ ഒരു വാക്കുകൾ പോലും എന്നിൽ പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കാനായിട്ട് ഉപയുക്തമാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്